രാജ്യസഭാ സീറ്റ് വിവാദത്തിനിടെ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് ചേർന്നു. രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. മുന്നണി യോഗത്തിൽ നിലപാട് അറിയിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്തില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് LDF-ലാണ്. LDF അതുപോലെ തന്നെ CPM അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDF-ലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. LDF ജയിക്കുന്ന രണ്ടാമത്തെ സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും CPIയും അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് യോഗം ചേർന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, യോഗത്തിന് ശേഷം ഇത്തരത്തിൽ ഈ സീറ്റിനായുള്ള അവകാശവാദം പൊതുവായി ഉന്നയിക്കും എന്ന ഒരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം LDF യോഗം എടുക്കും എന്ന് പറയുമെങ്കിലും അതിൽ ചില സൂചനകൾ കൂടിയുണ്ട്. CPIയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങൾ വന്ന സ്ഥിതിക്ക് ഇത് ഈ മുന്നണിയിൽ ഏത് രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക? മുന്നണി ബന്ധങ്ങളെയൊക്കെ അത് ഏത് രീതിയിൽ ബാധിക്കാനാണ് സാധ്യത? ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായത് പരസ്യ പ്രതികരണം നടത്തി LDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പരസ്യമായിട്ടുള്ള ഒരു വിഴുപ്പലക്കലിലേക്ക് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറല്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതായത് LDF ചേരുമ്പോൾ ആ LDF-ൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം അത് LDF-ൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ജോസ് കെ മാണി തന്നെ ആ ചർച്ചകൾ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ സ്റ്റീഫൻ ജോർജ്, അതായത് ഓഫീസ് ചാർജ് ചുമതലയുള്ള സ്റ്റീഫൻ ജോർജ്, ജനറൽ സെക്രട്ടറിയാണ് സ്റ്റീഫൻ ജോർജ്, അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ ഒരു ആവശ്യം അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റാണ്, അത് LDF-ൽ ശക്തമായി ഉന്നയിക്കുമെന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൃത്യമായി LDF-ൽ ഇക്കാര്യങ്ങൾ പറയും. എന്നാൽ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി LDF-നെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല. ഒപ്പം തന്നെ ജോസ് കെ മാണി ഇന്ന് നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. LDF വന്നതിന് ശേഷമാണ് മധ്യ കേരളത്തിൽ വലിയ നേട്ടങ്ങൾ, കേരള കോൺഗ്രസ് വന്നതിന് ശേഷമാണ് LDF-ൽ വലിയ നേട്ടങ്ങൾ LDF-ന് നേടാൻ കഴിഞ്ഞത്. അത് കൃത്യമായി LDF-ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി കൂട്ടിയാണ് അദ്ദേഹം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ.